നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച കൗതുകമുള്ള വാഹന വാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട അങ്ങനെയുള്ള കൗതുക വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, കൽക്കി എന്ന ഏറ്റവും പുതിയ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ബുജ്ജി എന്നു പേരുള്ള ഒരു വമ്പൻ മോൺസ്റ്റർ വാഹനത്തെക്കുറിച്ചാണ്. അത്തരം വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് ഇന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പോപ്പുലർ ഹുണ്ടായാണ്. പോപ്പുലർ ഹുണ്ടായിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഏതാനും വാഹനങ്ങൾ വിൽക്കാനുണ്ട്. ഏതാനും വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം 2023 മോഡലാണ്. 2023 മോഡൽ എന്ന് പറയുമ്പോൾ 2024 മോഡലുമായിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല വാഹനത്തിൻ്റെ കാര്യത്തിൽ. ആകെ ഉള്ളത് 2023 നിർമ്മിക്കപ്പെട്ട വാഹനമാണെന്നുള്ളതായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ വാങ്ങിച്ചാൽ അത് 2024 തന്നെയാണ് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നത്. ഇയർ ഓഫ് മാനുഫാക്ചർ മാത്രമായിരിക്കും 2023 എന്ന ബുക്കിൽ കാണുന്നത്. എന്താണ് കഴിഞ്ഞ വർഷം നിർമ്മിച്ചൊരു വാഹനം വാങ്ങിച്ചുള്ള ഗുണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും എന്നുള്ളതാണ്. 2023 മോഡൽ വാഹനങ്ങളൊന്നും ഇനി അധികകാലം ഡീലേഴ്സിന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ നല്ല ഡിസ്കൗണ്ടിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എല്ലാ മോഡലുകളുടെയും എല്ലാ വേരിയൻ്റൊന്നും ഇപ്പം കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഇപ്പോൾ പോപ്പുലർ ഹുണ്ടായിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് വെന്യൂ എന്ന ഗംഭീരമായ മൈക്രോ SUV 75,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ ക്രെറ്റ എന്ന് പറയുന്ന ഗംഭീരമായ SUVക്ക് 1,00,000 രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ വെർണ എന്ന് പറയുന്ന ഗംഭീരമായ സെഡാന് ഏതാണ്ട് 1,00,000 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. കൂടാതെ അൽക്കസാർ എന്ന 7 സീറ്റർ വാഹനത്തിന് 1,50,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാവുന്നത്. ഞാനീ പറഞ്ഞ പോലെ വളരെ കുറച്ച് മോഡലുകളുടെ വളരെ കുറച്ച് വേരിയൻസ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം വിറ്റ് പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിൽ ഏത് വേണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് പോയി നോക്കുക. കാരണം പുതിയ മോഡലുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. ഈ ഒരു മോഡൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ മോഡൽ വാങ്ങിച്ചാലും പഴയ മോഡലാണ് എന്ന് തോന്നുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിജയം എന്ന് പറയാവുന്നത് ടാറ്റ പഞ്ച് EV ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൊച്ചിയിലൊക്കെ എവിടെ നോക്കിയാലും ടാറ്റ പഞ്ച് EV ആണ്. ആ രീതിയിൽ പഞ്ച് EV വിറ്റ് പോകുന്നുണ്ട്. 2 കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, തരക്കേടില്ലാത്ത റേഞ്ചുണ്ട്. 2, കാണാൻ വളരെ രസകരമാണ്. സുന്ദരെന്ന് മാത്രമല്ല, ഫ്യൂച്ചറിസ്റ്റിക്കുമാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇത്രയധികം പഞ്ച് EVകൾ വിറ്റ് പോകുന്നത്. ഈ പഞ്ച് EV എങ്ങനെ വിറ്റ് പോകുന്നത് മറ്റ് വാഹന നിർമ്മാതാക്കൾക്ക് തീർച്ചയായിട്ടും കണ്ണേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ടാറ്റയാണ് ഇപ്പോൾ ഇന്ത്യയിലെ EV രംഗത്ത് 75% കൈയാളുന്നത് എന്നുള്ളൊരു വലിയ സംഭവമുണ്ട്. വളരെ നേരത്തെ തന്നെ EV രംഗത്ത് വന്നെങ്കിൽ പോലും ഹ്യുണ്ടായിക്കൊന്നും ഇതുവരെ ആ നേട്ടം കൈവരിക്കാൻ പറ്റില്ല. കാരണം 2019 കോന എന്ന EVയുമായിട്ടാണ് ഹ്യുണ്ടായി ആദ്യം വന്നത്. അന്നൊന്നും ടാറ്റയ്ക്ക് EVകളൊന്നുമില്ല. എങ്കിൽ പോലും വളരെ പെട്ടെന്നാണ് പിന്നീട് EV രംഗത്ത് ടാറ്റ ഒരു മുന്നേറ്റം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ച് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തെ എങ്ങനെയും പിടിച്ചു കെട്ടുക എന്നുള്ളത് എല്ലാ വാഹന നിർമ്മാതാക്കളുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. എങ്കിൽ പോലും ഇപ്പോഴും വാഹന നിർമ്മാതാക്കൾക്ക് വില കുറഞ്ഞ EVകൾ വളരെ കുറവാണ്. പിന്നീട് വളരെ വൈകി രംഗത്തെത്തിയ സിട്രോണാണ് ഇപ്പോൾ ഒരു E-C3 ഉള്ളത്. ബാക്കി വാഹന നിർമ്മാതാക്കൾക്കൊന്നും അങ്ങനെ ചെറിയ EVകളില്ല. അപ്പോൾ ടാറ്റയെ പിടിച്ചു കെട്ടാൻ വേണ്ടി മാരുതി ഇപ്പോൾ EVX എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടുവരാൻ പോകുന്നു. അതുപോലെ തന്നെ ഹ്യുണ്ടായി ഒരു വളരെ ചെറിയ മോഡലുമായിട്ട് വരികയാണ്. അതിൻ്റെ പേര് ഇൻസ്റ്റർ എന്നാണ്. ഇൻസ്റ്റർ EV എന്ന് പറയുന്ന കാഴ്ചയിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, പടങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ വാഹനത്തിന് ഏറ്റവും സാമ്യം എന്ന് പറയുന്നത് നമ്മുടെ മാരുതിയുടെ ഇഗ്നിസുമായിട്ടാണ്. ഇഗ്നിസിൻ്റെ ഏതാണ്ട് രൂപ സാദൃശ്യമുള്ളൊരു വാഹനമാണിത്. പക്ഷേ ഈ ഒരു മോഡൽ നേരത്തെ തന്നെ വിപണിയിലുണ്ടെന്ന് വെച്ചാൽ EV രൂപത്തിലല്ലെന്നേ ഉള്ളൂ. കാസ്പർ എന്നുള്ള പേരിൽ ഏതാനും ലോക രാജ്യങ്ങളിലൊക്കെ ഈ ഒരു മോഡൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കാസ്പറിൻ്റെ EV രൂപമാണ് ഇൻസ്റ്റർ എന്നാണ് പറയേണ്ടത്. എന്തായാലും വളരെ കാണാൻ നല്ല ഭംഗിയുള്ള രൂപമാണ്. തീർച്ചയായിട്ടും ടാറ്റയുടെ വാഹനങ്ങൾക്കൊക്കെ വെല്ലുവിളി ആകാവുന്ന രീതിയിലുള്ളൊരു മൈക്രോ SUV തന്നെയാണ് ഈ വാഹനം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ കാസ്പർ കുറച്ച് കാലമായിട്ട് വിപണിയിലുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ 230 മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട് ഈ വാഹനത്തിന്. അത് ഈ ബാറ്ററി പാക്കിനെ ഒന്ന് കൊള്ളിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൂടുതൽ നീളം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ടാറ്റ പഞ്ചിൻ്റെ ഏകദേശം നീളമാണിപ്പോൾ ഈ വാഹനത്തിൽ എന്നാണ് പറയേണ്ടത്. എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ടാറ്റ പഞ്ചുമായിട്ടായിരിക്കും ഈ വാഹനം കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 3825 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം. എന്ന് പറഞ്ഞാൽ സബ് 4 മീറ്റർ വാഹനമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ബുസാൻ, അതായത് കൊറിയയിലെ ബുസാനിൽ നടന്ന ഓട്ടോ ഷോയിലാണ് ഈ വാഹനം അവതരിപ്പിക്കപ്പെട്ടത്. ബുസാനിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ 2 മോട്ടോർ ഓപ്ഷനുകളാണ് ഈ വാഹനത്തിന് കമ്പനി പുറത്തുവിട്ടത്. ഒന്ന് 97 BHP, മറ്റൊന്ന് 115 BHP. ബാറ്ററി പാക്കുകൾ 42 കിലോവാട്ടും അതുപോലെ തന്നെ 49 കിലോവാട്ടുമാണ്. റേഞ്ച് ആദ്യത്തെ വേരിയൻറ്റ് 300ഉം അടുത്തതിന് 355 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്ന ഒരു ചെറിയ വാഹനത്തെ സംബന്ധിച്ച് മോശമല്ല. അതുകൊണ്ട് തന്നെ വിൽപ്പന നേടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ള ഹ്യുണ്ടായി ആണല്ലോ, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വാരിക്കോരിയാണ് കൊടുത്തിരിക്കുന്നത്. 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീന്, അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ തുടങ്ങി പലതുമുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ബുസാനിൽ അവതരിപ്പിച്ച ആ മോഡലുണ്ട്. അതൊക്കെ തന്നെ 100% ഇന്ത്യയിൽ വരുമെന്നുള്ള ഒരു സംശയമില്ല. കാരണം ഹ്യുണ്ടായി അത്തരം കാര്യങ്ങളൊന്നും പിശി കാണിക്കാറില്ല. ഈ ഒരു ലോങ് റേഞ്ച് മോഡൽ, അതായത് 355 കിലോമീറ്റർ ഓടുന്ന ആ വാഹനത്തിൻ്റെ ആ റേഞ്ചുള്ള മോഡലിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ 10.6 സെക്കൻഡ് മതി.
150 കിലോമീറ്ററാണ് മാക്സിമം വേഗത. ഇനി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഹ്യുണ്ടായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ വികളുടെ വികസനത്തിനാണ്, അതായത് R&Dക്കായിട്ട് 20,000 കോടി രൂപയാണ് അടുത്ത 8 വർഷത്തിനുള്ളിൽ ഹ്യുണ്ടായി ചെലവഴിക്കാൻ പോകുന്നത്. ഇഷ്ടംപോലെ മോഡലുകൾ വരാൻ പോവുകയാണ് ഹ്യുണ്ടായിൽ നിന്നും. അതിനായിട്ട് പ്രധാനമായിട്ടും വരാൻ പോകുന്നത് ഈ പറഞ്ഞ ഇൻസ്റ്റർ എന്ന മോഡലാണ്. അതിനുശേഷം ക്രെറ്റയുടെ EV വരുന്നു, വെന്യുവിൻ്റെ EV വരുന്നു, ഹ്യുണ്ടായി i10 നിയോസിൻ്റെ EV വരുന്നു. ഇതൊക്കെയാണ് തുടർന്ന് വരാൻ പോകുന്നതെന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ EV കുതിപ്പിന് ഒരു പിടുത്തം വരുമെന്നുള്ളൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മാരുതിയുടെ EV വരുന്നു, അതേ EV തന്നെ ടൊയോട്ടയുടെ പേര് വരുന്നു. അങ്ങനെ കുറേ EVകൾ വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന് ഒന്ന് വിയർക്കുമെന്നുള്ളൊരു സംശയമില്ല. അങ്ങനെ വിയർപ്പിൻ്റെ ആദ്യത്തെ ഒരു തുള്ളി വീഴിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ഇൻസ്റ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പല വാഹന നിർമ്മാതാക്കൾ EVകൾ കൊണ്ടിരുന്നു, അങ്ങനെ വിലയുടെ കാര്യത്തിലൊക്കെ ഒരു കോമ്പറ്റീഷൻ വരുന്നു. നമുക്ക് എന്തായാലും ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു യുദ്ധം കാത്തിരുന്ന് വീക്ഷിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് ജഗദീഷ് മനോഹരനാണ്, വർക്കല നിന്നും. ഞാൻ 3 വർഷമായി മഹീന്ദ്ര മരാസോയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ്. എന്നാൽ മരാസോയ്ക്ക് തീരെ വിൽപ്പനയില്ല എന്നാണ് അറിഞ്ഞത്. മരാസോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മരാസോ ഇപ്പോൾ വിൽക്കുന്നതാണോ നല്ലത്? പിന്നീട് റീസെയിൽ വാല്യൂ കുറയില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര കാലം വെച്ചുകൊണ്ടിരുന്നാലും മരാസോയ്ക്ക് അങ്ങനെ റീസെയിൽ വാല്യൂ കൂടാനുള്ള സാധ്യതയില്ല. മരാസോ ഏറ്റവും അധികം വിൽപ്പന കുറഞ്ഞ വാഹനമായതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂവും വളരെ കുറവാണെന്നുള്ളൊരു സത്യം. ഇപ്പോഴത്തെ ഒരു വിൽപ്പന നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 മാസമായിട്ട് പ്രതിമാസം 34-35 യൂണിറ്റുകളൊക്കെ മാത്രമാണ് ഓൾ ഇന്ത്യ വിൽക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു സംസ്ഥാനത്ത് ഒരെണ്ണം വെച്ച് പോലും വിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥ. മഹീന്ദ്രയുടെ അടുത്ത കാലത്ത് വന്ന മോഡലുകളിൽ ഏറ്റവും മോശം വിൽപ്പനയുള്ള മോഡലാണ് മരാസോ. 6 വർഷമായി മരാസോ വന്നിട്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ വിൽപ്പന കുറയാൻ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയിരിക്കുന്നത് ഈ 6 വർഷത്തിനിടയ്ക്ക് ഒരു അപ്ഗ്രഡേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഇപ്പോൾ നമ്മൾ ഹ്യുണ്ടായോ മാരുതിയോ ടാറ്റയോ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, എപ്പോഴും ഓരോ മോഡലുകളിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ട് എപ്പോഴും അങ്ങനെ ഹോട്ടായിട്ട് നിലനിർത്തും. അതായത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും അതിനൊരു സ്ഥാനം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ മരാസോയുടെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും മഹീന്ദ്ര വരുത്തില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ജനങ്ങൾ അത് കാര്യമായി ഏറ്റെടുക്കാത്തത്. പക്ഷേ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ കോയമ്പത്തൂർ നിന്നും തിരുവനന്തപുരം വരെ എനിക്ക് ആ വാഹനം ഓടിച്ചു, നമ്മൾ കുടുംബാംഗങ്ങളെല്ലാവരുമായിട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. രസമാണ്, ഓടിക്കാൻ രസമാണ്, തന്നെയല്ല സുഖമായിട്ട് പിൻഭാഗത്തൊക്കെ ഇരിക്കുന്നവരെല്ലാവരും പറഞ്ഞ വളരെ ഹാപ്പി ആയിരുന്നു. ഇന്നോവയുടെയൊക്കെ കംഫർട്ട് എന്ന് പോലും ചിലർ പറയുണ്ടായി. പക്ഷേ കുറച്ച് അണ്ടർ പവർഡായിട്ടാണ് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ എൻജിൻ 123 BHP ആണ്. അപ്പം നിറച്ച ആളിരുന്നിട്ട് ഇത്രയും വെയിറ്റുള്ള വാഹനം കൂടി നമുക്ക് കുറച്ച് അണ്ടർ പവർഡായിട്ട് തോന്നും എന്നുള്ളൂ. അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് എനിക്ക് മറ്റു യാത്ര ചെയ്തവർക്കെല്ലാം തന്നെ തോന്നിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മരാസോ നിർത്തലാക്കുകയാണെന്നുള്ളതാണ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം. അടുത്ത 2 മാസത്തേക്ക് വിൽക്കാനുള്ള മരാസോടെ നിർമ്മിച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് മഹീന്ദ്ര അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വേറൊരു കാര്യം കൂടിയുണ്ട്. മഹീന്ദ്രയ്ക്ക് ഇനി മൾട്ടിപർപ്പസ് വാഹനങ്ങളില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ബാക്കി എല്ലാ SUVകളാണ്. അപ്പോൾ SUVകൾ മാത്രം നിർമ്മിക്കുന്ന വാഹന നിർമ്മാണ കമ്പനിയായിട്ട് മഹീന്ദ്ര മരാസോ നിർത്തലാക്കുന്നതോടുകൂടി അങ്ങനെ മാറുകയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന വെരിറ്റോ ആയിരുന്നു. വെരിറ്റോ എന്ന് പറയുന്ന സെഡാൻ ഉണ്ടായിരുന്നെങ്കിലും അതും നിർത്തലാക്കിയതിനെ തുടർന്ന് ഇപ്പം സെഡാനുമില്ല, ഇപ്പം മരാസോ നിർത്തുമ്പോൾ MPVയും ഇല്ല. ഇനി SUVകൾ മാത്രം നിർമ്മിക്കുന്ന കമ്പനിയായിട്ട് മഹീന്ദ്ര മാറുകയാണ്. അപ്പോൾ ഈ 6 വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഉള്ള കണക്ക് നോക്കുകയാണെങ്കിൽ മരാസോകൾ ആകെ വിറ്റഴിഞ്ഞത് 44,793 മരാസോകളാണ്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ വിൽക്കുന്നതിൻ്റെ 4 പോലും വിറ്റിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ആവറേജ് നോക്കിയാൽ മാസം ഒരു 640 യൂണിറ്റൊക്കെ വിറ്റിട്ടുള്ളൂ. 14.59 ലക്ഷം രൂപയിലാണ് മരാസോയുടെ വില ആരംഭിക്കുന്നത്. പക്ഷേ 1 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റീസെയിൽ വാല്യൂ നിങ്ങൾ കണക്കാക്കുന്നില്ല, വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ഇപ്പോൾ കയ്യിൽ വാഹനം ഇരിക്കുന്ന ജഗദീശൻ പോലുള്ളവരുടെ കാര്യത്തിൽ റീസെയിൽ വാല്യൂ കുറയാനൊരു കാരണവുമാകും ഈ വാഹനം നിർത്തലാക്കുന്നുള്ളത്, സംശയമില്ല. എന്തൊക്കെയായാലും മരാസോ എന്ന് പറയുന്ന കാഴ്ചയിൽ ഇന്ത്യൻ വാഹനമായിട്ട് തോന്നുമെങ്കിൽ ഇവനെ രൂപകൽപ്പന നിർമ്മിച്ചൊന്നും ഇന്ത്യയിലല്ല കേട്ടോ. ഈ മഹീന്ദ്രയുടെ അമേരിക്കയിലുള്ള R&D സെൻ്ററിലാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തത്, നിർമ്മിച്ചു. എന്നിട്ട് പോലും ഇന്ത്യക്കാരുടെ മനസ്സൊന്നും കീഴടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്നതാണ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതാണ് നല്ലതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും 17.3 കിലോമീറ്റർ ARI മൈലേജൊക്കെ ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നത്. എങ്ങനെ ഒന്നും ഉണ്ടായിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു മരാസോയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ കമ്പനി അത് മാർക്കറ്റിംഗ് ഒന്ന് പിഴച്ചു എന്ന് തോന്നുന്നു. കാര്യമായ രീതിയിലൊന്നും മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതെല്ലാം കൂടിയാണ് അവസാനം ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്താണ്, പുതിയ മരാസോ ഒന്നും വരാനില്ല. കയ്യിലുള്ള മരാസോ വിറ്റില്ലെങ്കിൽ റീസെയിൽ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ജഗദീഷ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ ഈ വാഹനം ദീർഘകാലം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്നങ്ങ് വിൽക്കുക. ഇനി വാഹനം പൂർണ്ണമായും പ്രൊഡക്ഷൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീസെയിൽ വാല്യൂ വീണ്ടും കുറയും. അപ്പോൾ ഒന്നുകിൽ ദീർഘകാലം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വിൽക്കുക. അതാണിപ്പോൾ ജഗദീഷിനോട് ഉപദേശിക്കാനുള്ള കാര്യം. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ശ്രീരാജാണ്, സൗദിയിൽ നിന്നും. എനിക്ക് 2014 മോഡൽ സ്വിഫ്റ്റാണ് ഉള്ളത്. ഇനി ഒരു ഓട്ടോമാറ്റിക് കാർ വാങ്ങണമെന്നുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, 2 ആൺമക്കൾ എന്നിവർ അടങ്ങുന്ന ഫാമിലിയാണ്. പനോരമിക് സൺറൂഫ് വേണമെന്നുള്ളത് മകൻ്റെ ആവശ്യമാണ്. 14 തൊട്ട് 18 ലക്ഷം രൂപ വരെയാണ് ബജറ്റ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കളുടെ പ്രായവും പറഞ്ഞിട്ടുണ്ട്. 15-11 വയസ്സുള്ള 2 ആൺകുട്ടികളാണ് എന്നുള്ള കാര്യം.
ഈ പനോരമിക് സൺറൂഫ് ഉള്ള ധാരാളം മോഡലുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീരാൻ്റെ കാര്യത്തിൽ 15-11 വയസ്സുള്ള 2 ആൺമക്കളും ഭാര്യയും അച്ഛനും അമ്മയും എല്ലാവരും കൂടി കണക്കിലെടുക്കുമ്പോൾ 5 സീറ്റർ SUV ഒന്നും പോരാതെ വരും. 5 സീറ്റർ SUVകളാണെങ്കിൽ നമുക്ക് പനോരമിക് സൺറൂഫിനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും പേര് കയറുക എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപർപ്പസ് വാഹനമാണ് ആവശ്യമാകുന്നത്. SUV പോരാതെ വരും. മൾട്ടിപർപ്പസ് വാഹനങ്ങൾ 3 നിര സീറ്റുകളുള്ള മൾട്ടിപർപ്പസ് വാഹനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൽ വരുന്നത് കാരൻസ്, അതുപോലെ തന്നെ എർട്ടിഗ, XL6 തുടങ്ങിയ വാഹനങ്ങളാണ്. ഇതിനൊന്നും പനോരമിക് സൺറൂഫ് ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഇതിലെല്ലാം ഉള്ളത് സിംഗിൾ പെയിൻ സൺറൂഫാണ്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സൺറൂഫ് ആയിരിക്കും, പനോരമിക് ആയിരിക്കില്ല. ഇനി അങ്ങനെയല്ല, പനോരമിക് വേണം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് അല്പം കൂടി ഒന്ന് ബജറ്റ് സ്ട്രെച്ച് ചെയ്യണം. ഇപ്പോൾ 14 തൊട്ട് 18 ലക്ഷം രൂപ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്പം കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് 19 ലക്ഷം രൂപ വരെയൊക്കെ എത്തിക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി അൽക്കസാർ എന്ന് പറയുന്ന വാഹനത്തിന് പനോരമിക് സൺറൂഫ് ഉള്ളൊരു മോഡൽ കിട്ടും. അതിന് കുറച്ചുകൂടെയൊക്കെ വിലയുണ്ടെങ്കിൽ പോലും അതിന് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടാവുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ അത് 19 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടുമെന്നുള്ള ഒരു ഓപ്ഷനാണ്. അതൊരു നല്ല വാഹനമാണ്. 7 സീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എല്ലാവർക്കും സുഖമായിട്ട് സഞ്ചരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫും ഉണ്ട്. അങ്ങനെയല്ല, മോനോട് പറയാം, മോനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ, അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംഗിൾ പെയിനിലേക്ക് പോയാൽ പോരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു വാഹനമാണ് കിയയുടെ കാരൻസ്. എർട്ടിഗയും മോശമല്ല. അത് രണ്ടും കണക്കിലെടുക്കാവുന്ന വാഹനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പനോരമിക് ആയിരിക്കില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് കിയ കാരൻസ് ആയിരിക്കും. കാരണം കിയ കാരൻസ് കുറച്ചുകൂടി ഇൻറ്റീരിയറൊക്കെ കുറച്ച് ആധുനികമാണ്. കൂടാതെ അതിന് IMT ട്രാൻസ്മിഷൻ, IMT എന്ന ക്ലച്ച്ലെസ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കാണെന്ന് തന്നെ പറയാം. പക്ഷേ ക്ലച്ചില്ല, ആക്സിലേറ്റർ മാത്രം കൊടുത്ത് ബ്രേക്കിംഗ് ചവിട്ടി പോയാൽ മതി. അങ്ങനെയുള്ളപ്പോൾ അത് ഓടിക്കാൻ കുറച്ചുകൂടി ഹരമുള്ളതാണ്, കുറച്ചുകൂടി നല്ല മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ കിയ കാരൻസ് കുറച്ചുകൂടി ആധുനികമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ അതിൽ കുറച്ചുകൂടെ പ്ലസൻ്റ് ആണ്. അപ്പോൾ ഈ 2 വാഹനങ്ങൾ എർട്ടിഗയും കാരൻസുമാണ് നോക്കുന്നതെങ്കിൽ അതിൽ കാരൻസിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പനോരമിക് സൺറൂഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അല്പം കൂടി ഒന്ന് ബജറ്റ് സ്ട്രെച്ച് ചെയ്ത് അൽക്കസാറിലേക്ക് എത്തേണ്ടി വരും. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് അജിത് കുമാർ വർമ്മയാണ്. തൃക്കാക്കരയിൽ നിന്നാണ്, കൊച്ചിയിൽ തൃക്കാക്കരയിൽ നിന്നും. ചോദ്യം ഇതാണ്: ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന 2011 മോഡൽ മാരുതി വാഗണാർ മാനുവലാണ്. എനിക്ക് ലോങ് ട്രിപ്പിൽ 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. 1, ഈ വാഹനം 15 വർഷം കഴിയുന്ന 2026 ടെസ്റ്റിന് കൊണ്ടുപോയി വീണ്ടും ഉപയോഗിക്കണോ, അതോ മാറ്റി പുതിയത് വാങ്ങണോ? 2, വാഗണാറ്, അതുപോലെ തന്നെ ജിംനി, ബ്രസ എന്നിവയാണ് എൻ്റെ മനസ്സിലുള്ളത്. 3, ഞാൻ ഓഫ് റോഡ് പോകുന്ന ആളല്ല. അങ്ങനെയുള്ളപ്പോൾ ഏത് മോഡൽ വാങ്ങണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2011 മോഡൽ ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് 2 വർഷം കൂടെ കഴിഞ്ഞ് അത് ടെസ്റ്റിന് കൊണ്ടുപോയി വീണ്ടും ദീർഘകാലം ഉപയോഗിക്കാമെന്ന് പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നത്. ശരിയല്ലായൊന്നുമില്ല കേട്ടോ, സത്യത്തിൽ അതൊന്നും ശരിയല്ല. ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് ടെക്നോളജി മാറി, വാഹനങ്ങളുടെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് മാറി, എല്ലാം മാറിയ സമയത്ത് 15 വർഷം കഴിഞ്ഞ് വീണ്ടും പഴയ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ നമ്മൾ വളരെ പഴഞ്ചനായി പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ വാഹനം നോക്കുന്നത് നല്ലതെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ വാഗണാർ മോശം വാഹനമൊന്നുമല്ല, തന്നെയല്ല വാഗണാർ ഉപയോഗിക്കുന്ന പലരും ഇത് മാറ്റാൻ വിമുഖരാണ്. കാരണം ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ അതിൻ്റെ സീറ്റിംഗ് പൊസിഷനും ഹൈറ്റും, അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിൽ എവിടെ ഒരു പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കോമ്പാക്റ്റായിട്ടുള്ള സൈസും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അജിത്തൊക്കെ വീണ്ടും ചോദിക്കുന്നത് വിൽക്കണോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വളരെ പിന്നിലാണ് ടെക്നോളജിയുടെ കാര്യത്തിൽ അത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ. ഇപ്പോൾ ഏറ്റവും പുതിയ വാഗണാറിലേക്ക് പോയാൽ പോലും അതും ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. പക്ഷേ ഇത് ഹൈറ്റും സാധനമൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ. എങ്കിൽ പോലും പുതിയ വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ പോലും നമുക്ക് കിട്ടില്ലല്ലോ. ഇത്രയും വർഷം വാഗണാർ ഉപയോഗിച്ച് വീണ്ടും അടുത്ത പുതിയ വാഗണാറിലേക്ക് പോകുമ്പോൾ വലിയ മാറ്റമൊന്നും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയൊരു വാഹനത്തിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഉയർന്ന ഹൈറ്റും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസും ഒക്കെയാണല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു വാഹനമാണ് ബ്രസ ഒത്തിരി വലിയ മോഡലൊന്നുമല്ല. അത് നല്ല വാഹനമാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. മാരുതിയുടെ വാഹനങ്ങൾ ഏറ്റവും ബിൽഡ് ക്വാളിറ്റിയുള്ള വാഹനമാണ്. അതുപോലെ നല്ല ഇൻറ്റീരിയറും നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജിംനി സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ജിംനി സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചാൽ അജിത്ത് ഇപ്പോൾ തൃക്കാക്കര താമസിക്കുന്ന കാരണം അധികം ഓട്ടം തീർച്ചയായിട്ടും സിറ്റിയിലായിരിക്കും. സിറ്റിയിൽ വളരെ മൈലേജ് കുറവാണ് ജിംനിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്, വളരെ ഹാപ്പിയാണ്, യാതൊരു പ്രശ്നമില്ലെങ്കിൽ പോലും ബ്രസയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ മൈലേജ് കമ്പനി പറയുന്നുണ്ട്. അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം 17.38 മുതൽ 19.89 കിലോമീറ്റർ വരെയാണ് കമ്പനി മൈലേജ് പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പുതിയ എഞ്ചിനും ഏറ്റവും പുതിയ ഗിയർ ബോക്സും ഒക്കെയാണ് ബ്രസയിലുള്ളത്. പക്ഷേ ജിംനിയിലുള്ള ഇപ്പോഴും പഴയ ജനറേഷൻ എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെയാണ്. അതുകൊണ്ടാണ് അതിനിപ്പോഴും മൈലേജ് കുറച്ച് കിട്ടുന്നത്. അപ്പം ഈ ബ്രസയെ സംബന്ധിച്ച് നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല സാമാന്യം ഭേദപ്പെട്ട ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്, നല്ല സീറ്റിംഗ് ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ സംശയമില്ല. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരിക്കലും വാഗണാറിനെ മിസ് ചെയ്യില്ല ബ്രസ ഓടിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വളരെ ആധുനികമായ വാഹനവുമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ബ്രസ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മറ്റൊരു സജഷൻ ഉള്ളത് ഈ വാഗണാർ വിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത്രയും പഴയ വാഹനമാകുമ്പോൾ. അപ്പോൾ അത് ചെറിയ ഓട്ടങ്ങൾക്കും ടൗണിലൊക്കെ ഓടിക്കാൻ വേണ്ടി അത്
സൂക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയൊരു വാഹനം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നോക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വാഗണാർ നല്ലൊരു വാഹനമാണ്. അത് ഇത്രയും കാലം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ കൈക്കിണങ്ങുക എന്നൊക്കെ പറയും നമ്മൾ കോട്ടയം ഭാഷയിൽ. കൈക്കിണങ്ങുന്ന വാഹനമായതുകൊണ്ട് അത് കയ്യിൽ സൂക്ഷിക്കുക, എന്നിട്ട് ഒരു ബ്രസ വാങ്ങിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ കാർ കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. നിങ്ങൾ പലരും ഇപ്പോൾ കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അത് 2898 നടക്കുന്ന കഥയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടേക്കാവുന്ന സാധനങ്ങളായിരിക്കണം. അത് ഏത് സാധനമായാലും, കാർ തൊട്ട് ഏത് കാര്യങ്ങളും അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും വരേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വാഹനം അവർ അവതരിപ്പിച്ചത്. ആ വാഹനത്തിന് പേര് ബുജ്ജി എന്നാണ്, BUJJI എന്നാണ് ആ വാഹനത്തിന് ഇട്ടിരിക്കുന്ന പേര്. പ്രഭാസും അമിതാഭ് ബച്ചനും കമലഹാസനും എല്ലാം തകർത്ത് വാരി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതിൽ പല സ്ഥലത്തും നിങ്ങൾ ഈ ഒരു വാഹനം കണ്ടിട്ടുണ്ടാവും. വല്ലാത്ത രൂപമുള്ളൊരു വാഹനമാണിത്. വലിപ്പം എന്ന് വെച്ചാൽ ഒടുക്കത്തെ വലിപ്പമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ കാർ നിർമ്മിച്ച ആരാണെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരിലെ ജയം ഓട്ടോമോട്ടീവും അതുപോലെ മഹീന്ദ്രയും ചേർന്നിട്ടാണ്. ഇതൊരു ഇലക്ട്രിക് കാറാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 6 മീറ്ററിലധികം നീളമുണ്ട്, 3 മീറ്റർ വീതിയുണ്ട്, 2 മീറ്റർ ഉയരമുണ്ട്, 6 ടൺ ഭാരമുണ്ട്. ഡ്രൈവർ ക്യാബിന് ഒരു ഗ്ലാസ് ആവരണം, നമ്മൾ ഈ ഫൈറ്റർ ജെറ്റിലൊക്കെയുള്ള ഒരു ഗ്ലാസ് ആവരണമുണ്ട്. അത് തുറന്നിട്ടാണ് അകത്ത് കയറുന്നു ഇരിക്കുന്നതൊക്കെ, എന്നിട്ട് ഗ്ലാസ് അങ്ങ് അടച്ചു വയ്ക്കാൻ പറ്റും. ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. പിൻഭാഗത്ത് ഒരു വീലേ ഉള്ളൂ, മുന്നിൽ 2 വീലുകളും കൊടുത്തിരിക്കുന്നു. 47 കിലോവാട്ടാണ് ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നത്. കിർലോസ്കർ എന്ന് പറഞ്ഞ കമ്പനി നിർമ്മിച്ച് നൽകിയ 2 എയർ കൂൾഡ് മോട്ടറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 125 BHP ആണ് ഈ മോട്ടറിൻ്റെ പവർ. 9800 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 40 കിലോമീറ്ററാണ് ഈ 6 ടൺ ഭാരമുള്ള വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ്. വീലുകൾക്ക് മാത്രം 1 ടണ്ണിലേറെ ഭാരമുണ്ട്. അതുപോലെ തന്നെ റേസിംഗ് സ്ട്രട്ടുകളും മറ്റുമൊക്കെയാണ് സസ്പെൻഷൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. സിയറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കമ്പനി സ്പെഷ്യലായിട്ട് നിർമ്മിച്ച് നൽകിയ ടയറുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിൻഭാഗത്തെ സസ്പെൻഷൻ, പിൻഭാഗത്ത് ഒറ്റ ടയറിലുള്ളതുകൊണ്ട് സസ്പെൻഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം. പിൻഭാഗത്തെ സസ്പെൻഷനിൽ കസ്റ്റമൈസ്ഡ് കോയിൽ സ്പ്രിങ്ങുകളും അതുപോലെ തന്നെ ഡാമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവയും പിന്നെ റിയർ ആക്സിലും, വളരെ കരുത്തുറ്റ റിയർ ആക്സിലും കൂടി മാത്രം 3 ടൺ ഭാരമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്റ്റിയറിംഗ് വീൽ ഒരു സ്വിച്ച് ഇട്ടാൽ മടങ്ങി ഉള്ളിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാഗ അശ്വിൻ എന്നാണ് ഈ ഒരു കൽക്കി എന്ന സിനിമയുടെ സംവിധായകൻ്റെ പേര്. ഭയങ്കര വണ്ടിപ്പിരാന്തനാണ് അദ്ദേഹം എന്നുള്ള ഇൻ്റർവ്യൂലൊക്കെ ഞാൻ കണ്ടു. അതിൻ്റെ ആശയമാണ് ഈ ഒരു ബുജ്ജി എന്ന് പറയുന്ന ഈ ഒരു കാറ്. ഈ കാറിൻ്റെ പല ഷോട്ടുകളും നിങ്ങൾ സിനിമയിൽ കണ്ടെങ്കിൽ ഒരു സത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാർ സിനിമയിൽ അഭിനയിച്ചിട്ടേ ഇല്ല എന്നുള്ള സത്യമാണ്. അതായത് ഈ കാർ നിർമ്മിക്കാൻ ഏതാണ്ട് 2 വർഷമെടുത്തു. അത്രയും കാലം സിനിമ ഇങ്ങനെ ഷൂട്ട് പെൻഡിങ്ങിൽ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു, കാറിൻ്റെ കമ്പ്യൂട്ടർ ഇമേജുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഈ കാർ നിർമ്മാണം തീർന്നപ്പോൾ ആ കാർ പ്രൊമോഷനുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹൈദരാബാദിലൊക്കെ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല തിയേറ്ററുകളുടെ മുന്നിലൊക്കെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഈ സാധനമല്ല സത്യത്തിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, ഈ ഒരു വാഹനമല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ള കാര്യം. അപ്പോൾ ഇത് പ്രൊമോഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അതേ രൂപത്തിലുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജുകളാണ് നിങ്ങൾ സിനിമയിൽ കണ്ടത്. അതാണ് ബുജ്ജി എന്ന് പറയുന്ന ഒരു കാർ. എന്തായാലും ഇതും സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനൊരു വാഹനം നിർമ്മിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തതിൻ്റെ സംഭവമാണ്. കാരണം ഇത്രയും വലിപ്പമുള്ള ഇത്രയും വലിയൊരു വാഹനം, അതും ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ നിർമ്മിച്ച് കൂളായിട്ടത് ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് തന്നെ ഒരു വലിയ സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ വളരെ മുന്നിലെത്തിയിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു വാഹനമാണ് ബുജ്ജി എന്ന വാഹനം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റ് വാഹന കൗതുക വിശേഷങ്ങളും ഒക്കെ തന്നെ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് 2023 മോഡൽ ഹ്യുണ്ടായി വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വിളിക്കേണ്ട നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4 മോഡലുകളാണ് ഇപ്പോൾ 2023 ലഭ്യമായിരിക്കുന്നത്. അതിന് നല്ല ഡിസ്കൗണ്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെനുവിന് 75,000 രൂപ വരെയും, കർട്ടയ്ക്കും വെർണയ്ക്കും 1,00,000 രൂപ വരെയും, അതുപോലെ അൽക്കസാറിന് 1,50,000 രൂപ വരെയുമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാവുന്നത്. 2023 മോഡലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക. ഞായറാഴ്ച ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ നിങ്ങളുടെ ഫോൺ എടുക്കാൻ ആളുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് വെച്ചാൽ 2-3 തരത്തിലേക്ക്. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം. അപ്പോൾ വീഡിയോ ഉണ്ടാകും. നന്ദി. ബൈ.